മീശമാധവൻ ചെയ്യണ സമയത്ത് ഞങ്ങൾ തമാശയായിട്ട് പറയുമായിരുന്നു, ഈ മീശമാധവൻ എന്നൊന്നും പേരിട്ടിട്ടില്ല. അപ്പം അന്ന് പറഞ്ഞു ഞാൻ രഞ്ജൻ പ്രമോദാണ് എഴുതിയത്. അപ്പം രഞ്ജനോട് ഒരു മോഹൻലാൽ ആ സമയത്ത് ഈ ആറാം തമ്പുരാൻ ആറാം തമ്പുരാന് മുമ്പത്തെ സിനിമ ദേവാസുരം ഒക്കെ മീശ പിരിച്ചു വെച്ചിട്ട് അഭിനയിക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നായകനും ഒന്ന് മീശ പിരിപ്പിച്ചാലോ എന്ന്. അപ്പോൾ രഞ്ജൻ പറഞ്ഞു അവൻ മീശ പിരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂവും തിയേറ്ററിലെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അവൻ മീശ പിരിച്ചാൽ എന്തോ ഒരു കാര്യം സംഭവിക്കും, അത് ഫണ്ണാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാവും. അങ്ങനെ സ്ലോലി തമാശയാക്കിയിട്ട് തന്നെ അത് ചെയ്യിച്ചിട്ട് ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തത്. അപ്പം അത്തരം ചില ടെക്നിക്കുകൾ ആ സിനിമയിൽ വർക്കായി. മീശ പിരിക്കുന്നതിന് സ്പെഷ്യൽ മ്യൂസിക് പോലും ഉണ്ടായിരുന്നു. അത് ഏറ്റവും പേടിച്ച കാര്യമായിരുന്നു. അത് ദിലീപിനെ കൊണ്ട് അന്ന് മീശ പിരിപ്പിക്കുക എന്ന് പറഞ്ഞ് ചിന്തിക്കാനേ പറ്റില്ല. ലാലേട്ടൻ അപ്പുറത്ത് അതിങ്ങനെ ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട്. പക്ഷെ നമ്മളത് ചെയ്യിപ്പിച്ചു.